ഭരണരംഗത്തും ഭരണരംഗത്ത് ദുർബലനായെങ്കിൽ പോലും സംഘടനാ രംഗത്ത് ഇപ്പോഴും അദ്ദേഹം ശക്തനാണ് എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ സഖാവ് സീതാറാം യെച്ചൂരി മരണപ്പെട്ടതിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി അന്തരിച്ചതിന് ശേഷം ഒരു പുതിയ ജനറൽ സെക്രട്ടറിയെ പാർട്ടിക്ക് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ സംഘടനാ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്താണ് ഈ കോർഡിനേഷൻ ചുമതലയുള്ള ആൾ എന്നൊരു പദവിയിൽ പ്രകാശ് കാരാട്ടിനെ നിയോഗിക്കാൻ ആധാരമായ കാരണമെന്താ? സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ചുമതല ഏൽക്കുന്ന അല്ലെങ്കിൽ ചാർജ് വഹിക്കുന്ന പുതിയ സെക്രട്ടറിയാണ്. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ചേർന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ ഏകോപന ചുമതലയുള്ള പോളിറ്റ് ബ്യൂറോ അംഗമെന്നൊരു പുതിയ പദവി സൃഷ്ടിച്ചുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് വരെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയും ഈ സൂചിപ്പിച്ച വിഭാഗീയത വ്യക്തമായി നിഴലിക്കുന്നുണ്ട്. എം.എ. ബേബിയെ പോലെയുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള ഇന്ന് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം.എ. ബേബി അടക്കമുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രാവീണ്യമുള്ളവരെയൊക്കെ ഒഴിവാക്കുക എന്ന ബോധപൂർവമായ തന്ത്രത്തിന്റെ കൂടി ഭാഗമായി തന്നെയാണ് സത്യത്തിലൊരു ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരാളെ ചുമതല ഏൽപ്പിക്കാൻ, ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിക്കാൻ പോലും പോളിറ്റ് ബ്യൂറോയ്ക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ പലപ്പോഴും പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് കൂടി വിധേയപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ആ നിലയിൽ ഈ പാർട്ടി, അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തെ മുച്ചൂടുമില്ലാതാക്കിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആ സംസ്കാരത്തെ പോലും ഒരു അധോലോക സംസ്കാരത്തിന് വിധേയമാക്കുന്ന നിലയിലേക്ക് മാറ്റിത്തീർത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ അറപ്പും വെറുപ്പും വെളിവാക്കുന്നതാണ് പൊതുപ്രതികരണം എന്നതുകൂടി ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, CPI എന്ന് പറയുന്ന മറ്റൊരു ഇടതുപക്ഷ പ്രസ്ഥാനം, ഈ മുന്നണിക്ക് രണ്ടാമതായി ഏറ്റവും ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന പാർട്ടി, അതിന്റെ സെക്രട്ടറി ബിനോയ് വിശ്വം, അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും വരുന്ന പ്രതികരണങ്ങൾ അതിനേക്കാൾ വിചിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചിരുന്ന മുൻകാല സെക്രട്ടറിമാരെ സംബന്ധിച്ച് PKവിയും വിളിയം ഭാർഗവനും CK ചന്ദ്രപ്പൻ അടക്കം സമീപകാലത്ത് ഉണ്ടായിരുന്ന പാർട്ടി സെക്രട്ടറിമാരെയൊക്കെ നമുക്കറിയാം. ഇദ്ദേഹം പ്രതികരിക്കുന്നു, പ്രതികരണം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പിൻവലിക്കുകയും അല്ലെങ്കിൽ അത് മാറ്റിപ്പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ CPI ഞങ്ങൾ നിരന്തരം പറയുന്നത് പോലെ ഇന്ന് ഇടതു ജനാധിപത്യ മുന്നണിയിൽ പുറംപോക്കിൽ താമസിക്കുന്ന ഒരു പാർട്ടിയായി CPI എന്ന പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ശബ്ദത്തിന് ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഒരു മൂല്യം, വില പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അധികാരത്തിന് വിധേയപ്പെട്ട് മുന്നണിയിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ് CPIയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഇടതു ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ സംസ്കാരവും ഇടതുപക്ഷ ബോധവും നഷ്ടപ്പെട്ട് പൂർണ്ണമായും പാർട്ടിയും മുന്നണിയും ഗവൺമെന്റും പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് വിധേയപ്പെട്ട് തീർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ സമരമുഖങ്ങൾക്കാണ് RSPയും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത്.